വചനദീപം. ദൈവം എഫെസോസിലുള്ള വിശ്വാസികളെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത്. നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം അങ്ങനെ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവസന്നിധിയിൽ നിൽക്കുക എന്നത്. എഫേസ്യ ലേഖനം 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പല വസ്തുക്കളുണ്ട്, അതിൽ ചിലത് എടുക്കുക, അതാണ് തിരഞ്ഞെടുക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലോകത്തിൽ അനേക ആളുകളുണ്ട്, അവരിൽ നിന്നും ചില ആളുകളെ ദൈവം തിരഞ്ഞെടുത്തു. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് അത് ശരിയല്ല, ദൈവം നീതിമാനല്ല, ദൈവം ചിലർക്ക് മാത്രം ചില സൗജന്യം കൊടുത്തു, അവരെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലർ പറയുന്നത് ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട് അവരെയാണ് ദൈവം വിശുദ്ധരായി അല്ലെങ്കിൽ നിഷ്കളങ്കരായി നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതിൽ ഞാൻ പെടുകയില്ല, അതുകൊണ്ട് എനിക്കിതുമായൊരു ബന്ധവുമില്ല, കാരണം ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും ശരിയല്ല. കാരണം ബൈബിൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മറ്റ് വേദഭാഗങ്ങളിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യം, ദൈവം തൻ്റെ എല്ലാ വഴികളിലും നീതിമാനാണ് എന്നാണ്. ദൈവം ചിലരെ തിരഞ്ഞെടുത്തു എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നീതികേട് പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ, അല്ലെങ്കിൽ ദൈവം ആരെയെങ്കിലും തിരഞ്ഞെടുത്തപ്പോൾ, ആ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള യാതൊന്നും ഈ ലോകത്തിലില്ലായിരുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജനിച്ചിട്ടേയില്ല. മനുഷ്യനെപ്പോലും ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തൻ്റെ തിരഞ്ഞെടുപ്പ് അവനിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ, ക്രിസ്തുവിലാണ് ദൈവം ആളുകളെ തിരഞ്ഞെടുത്തത്. വേറൊരു വഴിയും ദൈവത്തിന് മനുഷ്യരെ തിരഞ്ഞെടുക്കുവാനില്ലായിരുന്നു. യേശുക്രിസ്തുവിലാണ് മനുഷ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം താൻ രക്ഷിച്ച ആളുകളെ, തൻ്റെ മക്കളായി തീർന്ന ആളുകളെ നോക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിലൂടെ മാത്രമാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യനെ ദൈവം നോക്കുമ്പോൾ താൻ കാണുന്നത് പാപവും ദൈവത്തോടുള്ള ശത്രുതയും മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവം ആരെയെങ്കിലും നോക്കിയാൽ ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ് അവരിൽ ദൈവം കാണുന്നത്. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഇനി ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്തത് ന്യായമാണോ? ചിലരെ തിരഞ്ഞെടുക്കുകയും ചിലരെ തിരഞ്ഞെടുക്കാതിരിക്കുകയും ചെയ്തത് ശരിയാണോ? ഇതിന് ചില ആളുകൾ ഒരു നല്ല ന്യായം പറയും. ആ ന്യായം ഇതാണ്: ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് കഴിഞ്ഞുപോയ കാര്യങ്ങളറിയാം, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളറിയാം, ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അറിയാം. അത് വളരെ ശരിയാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഇപ്പോഴുള്ളതും ഇതിനു മുമ്പുണ്ടായിരുന്നതും ഇനി വരുവാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം നന്നായി അറിയാം. ദൈവത്തിന് ഒരു ആക്സിഡൻറ്റുമില്ല. ദൈവം ഒരു സംഭവവും കണ്ട് അതിശയിക്കുന്നില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിന് ഇന്നിന്ന ആളുകൾ ഭാവിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നറിയാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. ഞാനത് പറയാനൊരു കാരണമുണ്ട്.
റോമാലേഖനം 9-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പൗലോസ് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട യേശാവിനെയും യാക്കോബിനെയും കുറിച്ചാണ് പറയുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കുട്ടികൾ, അതായത് യാക്കോബും യേശാവും, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം യാക്കോബിൻ്റെയും യേശാവിൻ്റെയും അമ്മയായ റിബേക്കയോട് ദൈവം പറഞ്ഞ കാര്യമാണ്. അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ദൈവം റിബേക്കയോട് പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. എന്ന് വെച്ചാൽ ഇളയവനായിരിക്കും ജ്യേഷ്ഠാവകാശം ലഭിക്കുക, അവനെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ദൈവം അത് പറഞ്ഞപ്പോൾ കുട്ടികൾ ജനിച്ചിട്ടില്ല, ഗുണമോ ദോഷമോ അവർ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ദൈവം അവരെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. എന്നുവച്ചാൽ ദൈവം തിരഞ്ഞെടുത്തത് ഈ വ്യക്തി ഭാവിയിൽ എന്ത് ചെയ്യുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. ഈ വ്യക്തി നല്ലത് ചെയ്യുകയോ ചീത്ത ചെയ്യുകയോ അതല്ല വിഷയം. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതേ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, റോമാലേഖനം 9-15, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്തു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഒരാളോട് കരുണ തോന്നുന്നു എന്നാണ്. ദൈവത്തിന് ഒരാളോട് കരുണ തോന്നിയാൽ അതെങ്ങനെ അന്യായമാകും? ദൈവത്തിന് ആരോടും കരുണ തോന്നേണ്ട ആവശ്യമില്ല. ദൈവം ആരോടും കരുണ തോന്നാൻ ബാധ്യസ്ഥനുമല്ല. എങ്കിലും ദൈവം ചിലരോട് കരുണ കാണിക്കുന്നു. അതെങ്ങനെ അന്യായമാകും? അതെങ്ങനെ അനീതിയാകും? അവിടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ദൈവത്തിന് കരുണ തോന്നുന്നത് ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനോടോ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവനോടോ പോലുമല്ല, മറിച്ച് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവം തീരുമാനിക്കുകയാണ് ഒരാളോട് കരുണ കാണിക്കണമെന്ന്. ദൈവം അയാളോട് കരുണ കാണിക്കുന്നു, അത്രമാത്രം. അതിൽ മനുഷ്യൻ്റെ പ്രയത്നമോ മനുഷ്യൻ്റെ നന്മ പ്രവൃത്തിയോ മനുഷ്യൻ്റെ നല്ല സ്വഭാവമോ മനുഷ്യന് നന്നാകണമെന്നുള്ള ആഗ്രഹമോ ഒന്നും അടങ്ങിയിരിക്കുന്നില്ല. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുന്നു. താൻ തിരഞ്ഞെടുക്കുന്നത് ക്രിസ്തുവിൽ ആണ് എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തിരഞ്ഞെടുപ്പിൽ മനുഷ്യനോ ചരിത്രത്തിനോ ലോകസംഭവങ്ങൾക്കോ ഒന്നും ഒരു പങ്കുമില്ല. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിനു മുൻപേ തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും പലരും പറയും, എന്നെ ആരും അറിയുന്നില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, എൻ്റെ കാര്യം ആരും ഓർക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മുമ്പേ നിങ്ങളെക്കാൾ നന്നായി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988221957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988221957.
വചനദീപം